തിരിച്ചുപോയ സിത്താര മഹാദേവൻ നേരെ മുറിയിലേക്ക് കയറി വന്നു നിന്നത് കണ്ട് ഡോക്ടർ അരുണാചലം സ്തംഭിച്ചിരുന്നു പോയി. ഹലോ ഡോക്ടർ, ഹൗ ആർ യു? സിത്താര കുശലം ചോദിച്ചു. ഡോക്ടർക്ക് ശ്വാസമെടുക്കാനോ ചലിക്കാനോ കഴിയുന്നില്ല. അയാൾ കണ്ണുമിഴിച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരു പ്രതിമ പോലെ നിമിഷങ്ങളോളം ഇരുന്നു. സിത്താരയുടെ മൃതദേഹം റെയിൽ പാലത്തിന് കീഴിലെ വെള്ളം വറ്റിയ തോട്ടിൽ കുറ്റിച്ചെടികൾക്കിടയിൽ അയാൾ വളരെ വ്യക്തമായി തന്നെ കണ്ടതാണ്. പോലീസ് വന്ന് ആ ശവം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതുവരെ അയാൾ എല്ലാറ്റിനും ദൃക്സാക്ഷിയായിരുന്നു. ഡോക്ടർ അരുണാചലം മിണ്ടാതിരിക്കുന്നത് കണ്ട് സിത്താര വലം കൈ വീശി അയാളുടെ ഇടത്തെ ചേട്ടത്ത് ഒറ്റയടി അടിച്ചു. അതോടെ ഡോക്ടറുടെ സ്ഥലജല വിഭ്രാന്തി മാറി. ഇത് രാത്രിയല്ല, പകലാണെന്നും മുന്നിലുള്ളത് പ്രേതമല്ല, ജീവനുള്ള യുവതിയാണെന്നും ബോധ്യപ്പെട്ട് അയാൾ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും രാജേഷ് മാധവനും ജിംസണും കൂടി അകത്തേക്ക് വന്നു. താൻ കേരളത്തിൽ നിന്ന് വന്ന ക്രൈംബ്രാഞ്ച് പോലീസ് ഓഫീസറാണെന്നും സിത്താര മഹാദേവന്റെ കൊലപാതക കേസ് അന്വേഷിച്ച് വന്നതാണെന്നും രാജേഷ് മാധവൻ സ്വയം പരിചയപ്പെടുത്തി. അല്പസമയത്തിനുള്ളിൽ ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയും ക്രൈംബ്രാഞ്ച് പോലീസിന്റെ കസ്റ്റഡിയിലായി. ഡോൺ ഡി കൂടി എത്തിയ ശേഷം ഹോസ്പിറ്റൽ ജീവനക്കാരിൽ നിന്ന് തെളിവെടുപ്പ് ആരംഭിച്ചു. മെന്റൽ സാനിറ്റോറിയത്തിൽ താൻ കിടന്ന തടവറ പോലീസിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി കോറിഡോറിലൂടെ നടന്നു നീങ്ങവേ സിത്താരയെ ആശ്ചര്യസ്തബ്ധയാക്കിയ ഒരു സംഭവമുണ്ടായി. കോറിഡോറിന്റെ ഇരുവശത്തും മനോരോഗികളെ പാർപ്പിച്ചിരിക്കുന്ന അഴിവാതിലുള്ള മുറികളിലൊന്നിൽ നിന്ന് താടി മീശകളും മുടിയും നരച്ച ഒരാൾ സിത്താരയുടെ നേർക്ക് കൈ ചൂണ്ടി ആക്രോശിച്ചു. സിത്താര സ്തംഭിച്ചു നിൽക്കുന്നത് കണ്ട് ജിംസൺ പറഞ്ഞു, നിന്റെ നേർക്കാണല്ലോ അയാൾ അലറുന്നത്. നിനക്ക് പരിചയമുള്ളയാളാണോ? സിത്താര അയാളെ തന്നെ വീണ്ടും നോക്കി. എന്തു പറ്റിയടാ? ജിംസൺ അത്ഭുതപ്പെട്ടു. അത് അയാളാണ്. ഞാൻ രക്ഷപ്പെട്ടപ്പോൾ എന്നെ തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റി. അയാൾ ചത്തുപോയെന്നല്ലേ നീ പറഞ്ഞത്? അതെ. സിത്താര അയാളുടെ അഴിവാതിലിന് സമീപത്തേക്ക് ചെന്ന് സൂക്ഷിച്ചു നോക്കി. അയാൾ തന്നെയാണല്ലോ. മൈ ഗോഡ്, അയാൾ ചത്തെന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയായിരുന്നല്ലോ. നീ അയാളെ കൊന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. നിനക്ക് തന്നെ ആ സമയത്ത് നല്ല ഓർമ്മയില്ല, സുബോധമില്ല, ആരോഗ്യവും മോശം. നിനക്കെങ്ങനെ ഒരു പുരുഷനെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ സാധിക്കും? അയാൾ ചിലപ്പോൾ ബോധം കെട്ടുപോയി കാണും, ജിംസൺ പറഞ്ഞു. സിത്താരയ്ക്ക് എന്നിട്ടും വിശ്വാസം വരുന്നില്ലായിരുന്നു. നീ ഒരാളെ കൊന്നാൽ അതിൻ്റെ കേസും അന്വേഷണവും ഒക്കെ ഉണ്ടാകാതിരിക്കുമോ? ജിംസൺ ചോദിച്ചു. പക്ഷേ ഞാൻ കൊല്ലപ്പെട്ടില്ലേ? അങ്ങനെയല്ലേ അവർ കരുതിയത്. ഡെഡ് ബോഡിയും കിട്ടി. പിന്നെയും എനിക്കെതിരെ കേസും അന്വേഷണവും എന്തിന്? അതുകൊണ്ട് എന്ത് കാര്യം? അത് ശരിയായിരിക്കും, പക്ഷേ നീ കൊന്നയാൾ ജീവനോടെ ഉണ്ടല്ലോ. സിത്താര വീണ്ടും സെല്ലിനുള്ളിലേക്ക് നോക്കി. എന്തൊക്കെയോ വിളിച്ചട്ടഹസിക്കുന്നുണ്ട് അയാൾ. നെറ്റി അഴിവാതിലിൽ ഇടിക്കുന്നു. ഒന്നുകിൽ നിന്നെ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും. നീ നടക്ക്, ജോലി തീർത്ത് പോകണ്ടേ? ജിംസൺ സിത്താരയുടെ കൈമുട്ടിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഒടുവിൽ ആ കോറിഡോർ മുമ്പ് സിത്താരയെ അടച്ചിട്ടിരുന്ന സെല്ലിന് മുന്നിൽ അവസാനിച്ചു. ഒരു മെയിൽ നേഴ്സ് കോറിഡോറിന്റെ മറ്റൊരു തിരിവിൽ നിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു. സിത്താര അയാളെ തിരിച്ചറിഞ്ഞു. അവളെ രക്ഷപ്പെടാൻ സഹായിച്ച ബാലാജി എന്ന പേരുള്ള ജീവനക്കാരനായിരുന്നു അയാൾ. സിത്താരയെ കണ്ട് അയാൾ നിമിഷങ്ങളോളം നടുക്കത്തിൽ അനക്കമറ്റ് നിന്നു. പിന്നെ ഒന്നും അറിയാത്ത പോലെ നടന്നുപോയി. ഗോപാൽ ഷെട്ടിയും അയാളുടെ കൊട്ടേഷൻ സംഘവും പോലീസ് കസ്റ്റഡിയിലാണെന്ന് ഹേമലത ശങ്കറിന് മുമ്പേ തന്നെ വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ബിസിനസ് സാമ്രാജ്യം ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് രക്ഷപ്പെടാനൊന്നും അവർ ശ്രമിച്ചില്ല. ഹേമലത ശങ്കറിൻ്റെ ലീഗൽ അഡ്വൈസർ വിദേശത്തേക്ക് മാറി താമസിക്കുന്നതായിരിക്കും ഉചിതമെന്ന് നിയമോപദേശം കൊടുത്തെങ്കിലും അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. എൻ്റെ ബിസിനസ് ഇവിടെയാണ്. എൻ്റെ ചോരയും നീരും ഊറ്റിക്കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നതാണ്. പിന്നെ ഞാനിവിടെ കൊലപാതകമോ ബാങ്ക് കൊള്ളയോ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും നടത്തിയിട്ടുമില്ല. ഹേമലത ശങ്കർ ഉറച്ച നിലപാടെടുത്തു. നയോമിയെ തട്ടിക്കൊണ്ടു പോകൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. അതിനിടയിൽ ഹേമലത ശങ്കറിനു വേണ്ടി ലീഗൽ അഡ്വൈസർമാർ മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യതകൾ ആരായുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് 10,000-കണക്കിന് കോടി രൂപ വായ്പയെടുത്ത ശേഷം മുങ്ങി വിദേശ രാജ്യങ്ങളിൽ അഭയം തേടിയ വൻകിട ബിസിനസ്സുകാരെ വേണമെങ്കിൽ അനുകരിക്കാവുന്നതാണെന്നും അവർ ഹേമലതയെ ഉപദേശിച്ചു നോക്കി. നയോമി ജീവനോടുണ്ടല്ലോ എന്ന ഒറ്റ ധൈര്യത്തിൽ ഹേമലത അത്തരം ഉപദേശങ്ങളൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. എന്നാൽ രാവിലെ 10 മണി കഴിഞ്ഞ നേരത്ത് ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ മയൂരി സിൽക്സിലെ അവരുടെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു. നേരിയ പരിഭ്രമം ഉണ്ടായെങ്കിലും ഹേമലത അവരെ സ്വീകരിച്ചിരുത്തി. രാജേഷ് മാധവനാണ് സംസാരിച്ചത്. മേഡത്തിന് ഒട്ടും തന്നെ സന്തോഷകരമായ കാര്യമല്ല സംഭവിക്കാൻ പോകുന്നത്. മേഡത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മുഖത്ത് പെട്ടെന്നുണ്ടായ ഭാവപകർച്ച മറച്ച് ഹേമലത ശങ്കർ മന്ദഹസിച്ചു. ഞാൻ ചെയ്ത ക്രൈം എന്താണെന്ന് കൂടി അറിഞ്ഞാൽ നന്നായിരുന്നു. നയോമിയുടെ കൊലപാതകം. നയോമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഹേമലത ശങ്കർ തികഞ്ഞ മനസാന്ധ്യത്തോടെ പറഞ്ഞു. ജീവിച്ചിരിക്കുന്നത് നയോമിയല്ല, അവളുടെ ഇരട്ട സഹോദരിയായ സിത്താര മഹാദേവനാണ്. അതാരാണ്? ഹേമലതയ്ക്ക് അത് കളിയോ കാര്യമോ എന്ന് മനസ്സിലായില്ല. നയോമിയെ ആരോ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം അവൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അവൾ സിനിമയിലും സീരിയലിലും അഭിനയിച്ചു. അവൾ ഈ ഓഫീസിൽ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്.
അത് നയോമി അല്ലെന്നാണ് പറഞ്ഞത്. നയോമിയുടെ ട്വിൻ സിസ്റ്റർ സിത്താര നയോമിയായി അഭിനയിക്കുകയായിരുന്നു. നയോമി കൊല്ലപ്പെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നയോമിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം 14-ാമത്തെ ദിവസം നിങ്ങളുടെ കൊട്ടേഷൻ സംഘം അവളെ കൊലപ്പെടുത്തി തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളിക്ക് സമീപം റെയിൽ പാലത്തിന് കീഴിൽ തള്ളി. നിങ്ങളുടെ അംഗരക്ഷകനും ഡ്രൈവറും ഫീൽഡ് മാനേജറും എല്ലാമായ ഗോപാൽ ഷെട്ടിയാണ് നയോമിയെ തട്ടിക്കൊണ്ടുപോകാനും കൊലപ്പെടുത്താനുമുള്ള കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കിയത്. അയാളെയും കൊട്ടേഷൻ സംഘത്തെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു, രാജേഷ് മാധവൻ പറഞ്ഞു. ഗോപാൽ ഷെട്ടിയും കൊട്ടേഷൻ സംഘവും കൂടി കൊലപാതകം നടത്തിയെങ്കിൽ അതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഹേമലതയുടെ ശബ്ദം പതറി തുടങ്ങിയിരുന്നു. ഗോപാൽ ഷെട്ടിയും കൊട്ടേഷൻ സംഘവും കൂടിയാണെങ്കിലും നിങ്ങളാണ് അവരെ അതിന് പ്രേരിപ്പിച്ചതും കൊട്ടേഷൻ സംഘത്തിന് പണം നൽകിയതും. അതിൻ്റെ തെളിവുകളെല്ലാം ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. സിത്താര മഹാദേവൻ നയോമിയായി തെറ്റിദ്ധരിക്കപ്പെട്ട് തിരിച്ചെത്തുന്നതുവരെ ഞങ്ങൾക്കും ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു നയോമി കൊല്ലപ്പെട്ടുവെന്ന്, രാജേഷ് മാധവൻ പറഞ്ഞു. പക്ഷേ സിത്താരയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കൊട്ടേഷൻ സംഘം നിങ്ങളെയും ഗോപാൽ ഷെട്ടിയെയും പറ്റിച്ചുവെന്ന്, ശരിയല്ലേ? ഹേമലത ശങ്കർ ഒന്നും പറയാതെ മറ്റെന്തോ ഓർക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇരുന്നു. അവർക്ക് ഇതൊന്നും വിശ്വാസമാകുന്നില്ലെന്ന് രാജേഷ് മാധവന് തോന്നി. നയോമിയുടെ സ്വാധീനത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ രക്ഷിക്കണമായിരുന്നു. നിങ്ങളുടെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ സംരക്ഷിക്കണമായിരുന്നു. അതിന് നിങ്ങൾ കണ്ടെത്തിയ എളുപ്പവഴിയാണ് നയോമിയെ വകവരുത്തുക എന്നത്. എല്ലാം പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു. ഇനി പോലീസിനോട് തർക്കമൊന്നും വേണ്ട, എല്ലാം കോടതിയിൽ മാത്രം, രാജേഷ് മാധവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഹേമലത ശങ്കർ നിമിഷങ്ങളോളം ഗാഢമായ ചിന്തയിലാണ്ടു. പിന്നെ താക്കോൽ കൂട്ടമെടുത്തു, മേശവലിപ്പുകൾ പൂട്ടി, സേഫ് പൂട്ടി, ഷെൽഫ് പൂട്ടി. അതിനുശേഷം എഴുന്നേറ്റു. ശരി, പോകാം. പോലീസ് സംഘവും എഴുന്നേറ്റു. ഹേമലതയെ കൂട്ടിക്കൊണ്ട് അവർ വെളിയിൽ കാത്തുകിടന്ന പോലീസ് വാഹനത്തിൽ ചെന്ന് കയറി. അതിൻ്റെ ചക്രങ്ങൾ മെല്ലെ ഉരുണ്ടു.